നിങ്ങൾ ഈ രീതിയിൽ മീൻകറി വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കണ്ടു നോക്കിയിട്ട് പറയാൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചാൽ ചട്ടി ചൂടാനു ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളകൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. രണ്ടും നല്ല രീതിക്ക് മൂത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിക്ക് അങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ആവശ്യത്തിന് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ അതിന് ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കൊടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊടമ്പുളി കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് തിളച്ച് വെച്ച് കഴിയുമ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് അരപ്പ് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള മീൻ കടലിലെ കൂരിയാണ് കേട്ടോ. അത് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മീൻ കിട്ടുമ്പോഴേ ഇങ്ങനെ കറി വെക്കാറുള്ളൂ കേട്ടോ. ഇനി തിളച്ച് വന്ന അരപ്പിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വറ്റിച്ചെടുക്കാട്ടെ. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇളക്കാൻ പാടില്ല കേട്ടോ, പൊടിഞ്ഞു പോകും. നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.